കോൺഗ്രസ് ഈ രാജ്യത്തെ പഠിപ്പിച്ച ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ജാതി മത പ്രീണനത്തിന്റെ രാഷ്ട്രീയം മാത്രമാണ്. ജാതി മത സംവിധാനങ്ങളെ വോട്ട് ബാങ്കാക്കി മാറ്റുകയും അവരെ അധികാരത്തിലേക്കുള്ള ചവിട്ടുപതികളായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യവും രാഷ്ട്രീയ ശൈലിയുമാണ് ഇന്ത്യ മഹാരാജ്യത്തെ കോൺഗ്രസ് പഠിപ്പിച്ചത്. പക്ഷെ അത് വൻ പരാജയമാണെന്ന് അനുഭവസ്ഥർക്ക് മനസ്സിലായി. ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ജാതികൾക്കും മതങ്ങൾക്കും ഒന്നും കിട്ടിയിട്ടില്ല. കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമാണ് എന്തെങ്കിലും കിട്ടിയത്. അതവർക്ക് തിരിച്ചറിഞ്ഞു. അവിടെയാണ് BJP വികസനത്തിന്റെ ഓരോ വ്യക്തികളിലേക്കും എത്തുന്ന വികസനത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചത്. ഹൈവേകളും എയർപോർട്ടുകളും സീപോർട്ടുകളും മാത്രമല്ല, ഓരോ വീടുകളിലേക്കും വ്യക്തികളിലേക്കും വരെ എത്തുന്ന രീതിയിലുള്ള വികസനം യാഥാർത്ഥ്യമാക്കി കാണിച്ചപ്പോൾ ജാതി രാഷ്ട്രീയം മതരാഷ്ട്രീയം എല്ലാം അവസാനിച്ചു. നമ്മൾ നോക്കൂ, ബീഹാറിനെ കുറിച്ച് എപ്പോഴും പറയുന്നത് എന്താണ്? ബീഹാറിലെ ജാതി രാഷ്ട്രീയത്തിന്റെ തലസ്ഥാനമാണ്. അവിടെ ഇന്ന ജാതി, ആ ജാതി, ഈ ജാതി, മൈനോറിറ്റി, മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് ദളിത്, ആദിവാസി, പിന്നോക്ക, ഇതൊക്കെ ആയിരുന്നല്ലോ ഇത്രയും കാലം കേട്ടത്. ഇപ്പോൾ നോക്കൂ, സീമാഞ്ചൽ എന്ന് പറയുന്ന ബീഹാറിലെ പ്രദേശം കേരളത്തിലെ മലപ്പുറം പോലെ മുസ്ലിം പ്രദേശമാണ്. അവിടെയൊക്കെ BJP തൂത്തുവാരിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭോജ്പൂർ പോലെയുള്ള ദളിത്, ആദിവാസി, പട്ടികജാതി, പട്ടികവർഗ മേഖലകൾ അവിടെ എല്ലാം BJP തൂത്തുവാരിയിരിക്കുകയാണ്. അപ്പോൾ മുസ്ലിങ്ങളുടെ വോട്ട്, ദളിത്, പിന്നോക്ക, പട്ടികജാതി, ആദിവാസി വോട്ട് അടക്കം എല്ലാ വിഭാഗം ജനങ്ങളുടെ വോട്ടും BJPക്ക് JDU-വിന് ലഭിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ജാതി രാഷ്ട്രീയത്തെയും മതരാഷ്ട്രീയത്തെയും അപ്രസക്തമാക്കിക്കൊണ്ട് വികസന രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കാനും അത് ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കാനും സാധിച്ചു. അതായത് കോൺഗ്രസ് ആദ്യകാലം മുതൽ ഇന്ന് വരെ പിന്തുടർന്നു വന്ന ജാതിമത രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചിരിക്കുന്നു. പിന്നീട് പുതിയ കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധി ആദ്യം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞു, പിന്നെ ഇലക്ഷൻ കമ്മീഷനെ കുറ്റം പറഞ്ഞു, ഇപ്പൊ SIR-നെ കുറ്റം പറഞ്ഞു. ഇതൊന്നും വിജയിപ്പിക്കാനോ തെളിയിക്കാനോ അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഇതൊക്കെ കണ്ണിൽ പൊടിയിടിയിലാണ്. ഇങ്ങനെ മനുഷ്യനെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു പാർട്ടിയെയും നേതാവിനെയും ഞങ്ങൾക്ക് വേണ്ട എന്നവർ തീരുമാനിച്ചു. ഒരു കൈയുടെ വിരലിൽ എണ്ണാൻ പോലുമുള്ള സീറ്റുകൾ ഇന്ന് കോൺഗ്രസിന് അവിടെ ഇല്ല. കോൺഗ്രസ് പാർട്ടി ബീഹാറിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു, അപ്രത്യക്ഷമായിരിക്കുന്നു എന്ന് അസന്നിഗ്ധമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിന്റെ കാരണം തട്ടിപ്പ് രാഷ്ട്രീയമാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ തട്ടിപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് ജനങ്ങൾ പാഠം പഠിച്ച് കോൺഗ്രസിനെ പാഠം പഠിപ്പിച്ചിരിക്കുന്നു. BJP-യുടെ വികസന രാഷ്ട്രീയത്തെ തുടരാൻ അനുവദിച്ചിരിക്കുന്നു. 20 കൊല്ലം ഭരിച്ച നിതീഷ് കുമാറിനെ വീണ്ടും 5 കൊല്ലം കൂടെ കൊടുത്തിരിക്കുന്നു. 25 കൊല്ലം ഭരിച്ചോളൂ, ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം ലാലുവിന്റെ ജംഗിൾ രാജ് അവസാനിപ്പിച്ചല്ലോ, അഴിമതി കാലഘട്ടം അവസാനിച്ചല്ലോ. അപ്പോൾ വികസനത്തിലേക്ക് ജനങ്ങൾ മാറിയിരിക്കുന്നു. അതുപോലെ ജാതിമത രാഷ്ട്രീയം ജനങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. ജനങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരത്തിലെത്താനുള്ള ലാലുവിന്റെയും അതുപോലെ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ഒക്കെ കുതന്ത്രങ്ങൾ അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്ന റിസൾട്ടാണ് ഇപ്പോൾ ബീഹാറിൽ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തോടെയുള്ള ഒരു വിജയമൊക്കെ വരുമ്പോൾ ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത് ആരാകും ഇനി മുഖ്യമന്ത്രി എന്ന് തന്നെയാണ്. നിതീഷ് ആകുമോ മുഖ്യമന്ത്രി, അതോ BJPക്ക് ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഒരു ഒറ്റ കക്ഷിയായി നിൽക്കാനുള്ള ഒരു കെൽപ്പൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിതീഷ് വരുമോ, അതോ മുഖ്യമന്ത്രിയായി നിതീഷ് വരുമോ, അതോ മറ്റാരെങ്കിലും മുന്നിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? ഇവിടെ BJPക്ക് വ്യക്തമായിട്ടുള്ള ഒരു ആദർശമുണ്ട്. കാരണം BJP എന്ന പാർട്ടിയുടെ ലക്ഷ്യം അധികാരമല്ല. ബാക്കി പല പാർട്ടികൾക്കും ലക്ഷ്യം അധികാരമായിരിക്കും. BJPയുടെ ലക്ഷ്യം അധികാരമല്ല. BJPക്ക് അധികാരം ഒരു മാർഗം മാത്രമാണ്. അധികാരം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ പരമവൈഭവത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പരിപൂർണമായ വികാസത്തിലേക്കും ലോകത്തിന്റെ 1ാം സ്ഥാനത്തേക്കും എത്തിക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അതുകൊണ്ട് BJPക്ക് കൂടുതൽ സീറ്റുണ്ടെങ്കിലും ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും തന്റെ കൂടെയുള്ള ചെറിയ ഘടകകക്ഷികളെ, എണ്ണത്തിൽ കുറവുള്ള കക്ഷികളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് BJPക്ക് യാതൊരു മടിയുമില്ല. നിതീഷ് കുമാർ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത് ഇലക്ഷന് മുമ്പ് തന്നെ BJP അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. BJPക്ക് എത്ര സീറ്റ് കൂടുതൽ കിട്ടിയാലും നിതീഷ് കുമാർ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി. മഹാരാഷ്ട്രയിലും ഗോവയിലുമൊക്കെ BJP ഇത് തെളിയിച്ചതാണ്. ഇപ്പോൾ ഈ ഒരു കോൺഗ്രസിന്റെ ഒരു പതനത്തിന് കാരണമായിട്ടുള്ള മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾക്ക് ഇപ്പോൾ പറയാനുള്ളത്? കാരണം ഈ തേജസ്വി യാദവ് പോലുള്ള ഒരു പ്രമുഖനായ ഒരു നേതാവിനപ്പുറത്തേക്ക് മറ്റൊരു പ്രമുഖ നേതാവിനെയും അണിനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കാരണം ഇപ്പറേ സൈഡിൽ നിൽക്കുന്നത് നിതീഷ് കുമാർ അടക്കമുള്ളവരാണ്. അത് വളരെ ശരിയാണ്. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി പാർട്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു രാജകുടുംബം എന്നുള്ള നിലയിൽ ഒരു കുടുംബത്തിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് യാതൊരു ജനാധിപത്യവും അംഗീകരിക്കാതെ ആ കുടുംബത്തിന്റെ വംശപരമ്പരകളെ മുഴുവൻ നേതാക്കളായിട്ട് അംഗീകരിച്ചു കൊള്ളണമെന്ന് പറഞ്ഞാൽ കാലഘട്ടം കടന്നുപോയി. പഴയ കാലഘട്ടത്തിൽ അതൊക്കെ അംഗീകരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇനിയുള്ള കാലഘട്ടത്തിൽ
എന്റെ ഉപ്പപ്പായ്ക്ക് ആന ഉണ്ടായിരുന്നെന്നും ആന കയറുന്ന ആളിന്റെ കുണ്ടിയിൽ തഴമ്പുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ആരും അംഗീകരിച്ചു കൊടുക്കുന്ന കാര്യമില്ല. ഇത് ജനാധിപത്യത്തിന്റെ രാജ്യമാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഡൈനാസ്റ്റി പൊളിറ്റിക്സ്, രാജഭരണ സംവിധാനത്തെ രാജ്യം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് കോൺഗ്രസ് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഭാവി അപകടത്തിലാണ്. ഇനി ഈ ഗാന്ധി കുടുംബത്തെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസ്സുകാർ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ഒന്നുകിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ഗാന്ധി കുടുംബക്കാരെ കോൺഗ്രസ് പുറത്താക്കും, ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി വളരും. ആ കോൺഗ്രസ് പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള റിസൾട്ടാണ് ബീഹാറിൽ നിന്ന് വന്നിരിക്കുന്നത്. തൊട്ടു പിന്നാലെ ഇതാ 5 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരികയാണ്. അവിടെ കോൺഗ്രസ് പാർട്ടി ആരെങ്കിലും മൈൻഡ് ചെയ്യാൻ പോകുന്നുണ്ടോ? ഒരിക്കലും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് അതിനു മുമ്പ് കോൺഗ്രസ് തിരുത്തിയാൽ കോൺഗ്രസിന് നല്ലത്. ഇല്ലെങ്കിൽ അടുത്ത 5 നിയമസഭാ ഇലക്ഷനോട് കൂടി കോൺഗ്രസ് പാർട്ടി ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.